ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഫേസൊക്കെ വെച്ച് ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ ഇപ്പം മിനിഞ്ഞാന്ന് പ്രാക്ടിക്കൽസ് കഴിഞ്ഞു. ഞാൻ ഇന്നലെ രാവിലെ എത്തി. ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുന്നൊന്നും വ്ളോഗ് എടുത്തിട്ടില്ല. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കുളിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ പോകണം. വീട്ടിൽ വന്നാൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം. കോളേജിൽ പോകുമ്പോൾ ഓബ്വിയസ്ലി നമുക്കതൊന്നും കെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഫുൾ ഒരു സെൽഫ് കെയർ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ പോകണം. നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് ബനാന. അപ്പം നമുക്ക് ബനാന വേണം. ഒബ്വിയസ്ലി ഹെയർ ഗ്രോത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. ഞാൻ സംസാരിച്ച് കൊള്ളാറുന്നില്ല. നമുക്ക് പ്രോസസ് അതിലൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. അതായത് ഇപ്പം ഞാൻ ഹെയർ മാസ്ക് ഉണ്ടാക്കുന്ന ഒരു വ്ളോഗൊക്കെ ഇടുന്നത് വലിയ വ്ളോഗ് ആവത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് കണ്ടിന്യൂ ചെയ്തങ്ങ് പോവാം. പിന്നെ ഈ ഹെയർ മാസ്കിൻ്റെ സംഭവം ഞാനൊരു ഷോർട്സ് ആക്കിയിടാം. സോ ഇഫ് എനിവൺ ക്യാൻ യൂസ് അവർക്ക് ടൈം ഒരുപാട് കളയണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു ഹെയർ മാസ്ക് മാത്രം മതി. അവർക്ക് എൻ്റെ ഷോർട്സ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് ഓഫ് ദി മാസ്ക്. കുറച്ച് കട്ടിയാണ്. ഇത് വിസ്ക് ചെയ്തെടുത്ത് ലൂസാവും. ഹെയർ മാസ്ക് റെഡിയായി. അങ്ങനെ ഞാൻ കിച്ചണിൽ നിന്ന് ബിരിയാണി എന്തോ സാധനം കിച്ചണിൽ ഞാൻ അവസാനിപ്പിച്ചു. വെളിയിൽ പോകണം. വെളിയിൽ പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അത് ചെയ്തിട്ട് വന്നിട്ട് ഈ ഹെയർ മാസ്ക് എനിക്ക് തലയിലിടാൻ പറ്റുള്ളൂ. ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നവർ മാക്സിമം ഫ്രഷ് ആയിട്ട് അങ്ങനെ ഇട്ടോ. ഇനി അഥവാ ഇതുപോലെ വല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ റെഡിയാക്കി വെച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ അകത്തിനകം വരുവാണെങ്കിൽ ഓക്കെ. ഞാനിനി റെഡി ആയിട്ട് ശരി ബാബു. ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന ഗൈസ്. ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. ഞാൻ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു, വന്നു, ഫുഡൊക്കെ കഴിച്ചു. മച്ച് ഓഫ് തിങ്സ് റാൻ ഔട്ട്. എവറിത്തിങ്സ് ഖതം, എല്ലാം ഫിനിഷായിപ്പോയി. അപ്പം ലിറ്ററലി ബേസിക് തിങ്സൊക്കെ മേടിക്കണമായിരുന്നു. ലിപ് പൗഡർ സാധനങ്ങളൊക്കെ. അപ്പം ഞാൻ എല്ലാം മേടിച്ചൊരു സെറ്റ് ഇവിടെ വെച്ചു. അപ്പം ഞാൻ ഹോസ്റ്റലിൽ നിങ്ങൾ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോകുമ്പോൾ ശരിക്കും കുറേ സാധനങ്ങൾ വേണം. അല്ലാണ്ട് നമുക്ക് ബേസിക് ആയിട്ട് അതിപ്പോൾ ഹോസ്റ്റലൊന്നുമല്ല, നമ്മൾ എവിടെ പോയാലും നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കാണുമല്ലോ. സോ അതൊക്കെ മേടിച്ചിട്ട് വന്നു. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഒബിയസ്ലി ഞാൻ എന്തൊക്കെയാണ് മേജറായിട്ടും ഒരു കോമൺ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ തല തേക്കാൻ എണ്ണ വേണം ഗൈസ്. ധാത്രി ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പൊടി. ഇത് റെഡിമെയ്ഡ് നമ്മൾ ഡെയിലി യൂസ്. അമ്മ കാച്ചുന്ന എണ്ണയൊക്കെ നമ്മുടെ തലയിലിരിക്കണം. കാരണം കാച്ച എണ്ണയല്ലേ, അതിൻ്റെ എല്ലാം ഒരു 10-20 മിനിറ്റ്സ് ഇരുന്ന മിനിമം അത്ര ഇരുന്ന് മതി എന്നാണ് പറയുന്നത്. ഒബ്വിയസ്ലി ഞാൻ സംസാരിച്ച് കോളമാക്കുന്നില്ല ഗൈസ്. അടുത്തേക്ക് പോവാം. അടുത്തത് എന്ന് പറയുന്നത് സ്റ്റേഷനറി സാധനം. ഇത് ഗം ഫെവിക്കോൾ വലുതുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞത് ഹാൻഡ് ചെയ്തിരിക്കും. ഞാൻ ഇപ്രാവശ്യം കുഞ്ഞു സാധനങ്ങളാണ് മേടിച്ചത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദം. ഐ ഹാവ് ദം, ബട്ട് ഐ നീഡ്
ആയിട്ട് യൂസ് ചെയ്യാൻ ഐ നീഡ് സംതിങ് സ്മോൾ. സോ ഐ bought a small one, the other one so that I can refill it. So this is very good. Obviously നമുക്കതൊക്കെ കോസ്റ്റ്ലി നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ വേണം. ഇതാണ് കാർഡ്ബോർഡ് കട്ടർ. ഞാൻ കുറച്ച് ക്രാഫ്റ്റുകളാണ്, എന്ത് സാധനം കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കും. ഒരു പെട്ടി കിട്ടിയാൽ കൂടി ഞാനതിന് ടൂത്ത് ബ്രഷ് സ്റ്റാൻഡായിട്ടും പല സ്റ്റാൻഡുകളായിട്ടും ഓർഗനൈസേഴ്സായിട്ടും യൂസ് ചെയ്യും. കാർഡ്ബോർഡൊക്കെ കിട്ടിയാൽ ഞാൻ വെറുതെ എടുക്കും. മോസ്റ്റ്ലി എനിക്ക് കട്ടർ യൂസ് ചെയ്യും. കാണുന്നുണ്ടോ ഞാൻ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കോമൺ പറയുന്ന സാധനം. ഒബ്വിയസ്ലി സ്റ്റാപ്ലർ ഉണ്ടെങ്കിൽ സ്റ്റാപ്ലർ പിന്നെ വേണം. ബ്രോ ഞാനിത് വലിയ സ്റ്റാപ്ലർ പിന്നാണ് മേടിച്ചത്. ഞാൻ എന്തോ ആലോചിച്ചൊന്നും സോറി ഗൈസ്. ഓക്കെ, അപ്പം എനിക്ക് ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് ഒരു ഡെയിലി യൂസായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇതാണ്. ഇതെന്ന് പറയുന്നത് ദീദി ഡെയിലി ഹെർബൽ ഷാമ്പൂ ആൻറ്റി ഡാൻഡ്രഫ് വിത്ത് നാച്ചുറൽ കണ്ടീഷണർ. ഇത് യൂസ് ചെയ്താൽ ഒബ്വിയസ്ലി എൻ്റെ മുടി കുറച്ച് ഹാർഷ് ആയതുകൊണ്ട് എനിക്ക് ഇതിൽ കണ്ടീഷനിങ് ആയിട്ടുള്ള ഷാമ്പു ആണെങ്കിൽ കൂടി എനിക്ക് കണ്ടീഷണർ വേണം. ഇതും ഹെർബൽ കണ്ടീഷണർ ദീദിയുടെ തന്നെയാണ്. ഇതിൻ്റെ ഒരു വലിയ ഡപ്പ എൻ്റെ ഇതിലിരിപ്പുണ്ട്, എൻ്റെ ഹോസ്റ്റലിലുണ്ട്. ഞാൻ കുട്ടിയല്ല മിനി ഷോപ്പിംഗ് ആയിരുന്നു. സ്റ്റിൽ എല്ലാം കൂടെ മേടിച്ചപ്പോൾ 1000 പുറത്തായി. ഞാൻ എനിക്ക് ഫാനാണ്. ആവശ്യമുണ്ടെങ്കിൽ ഒരു പെട്ടി ഹാൻഡ് കട്ട്സ് ചെയ്യാൻ ടിഷ്യൂ പേപ്പർ നമ്മൾ കയ്യിൽ വെക്കണം. സോ അത് ഇതാണ് ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് ഞാൻ മേടിച്ചു. അറ്റ്ലി ഇറ്റ്സ് നൈസ് ഐ ഗെസ്. ഇതിൻ്റെ വലിയ ഇല്ലായിരുന്നു ഒബ്വിയസ്ലി. ആൻഡ് എന്നോട് ഫാൻ യാഗി ആൽപ്സ് ഗുഡ്നസിൻ്റെ ഹിബിസ്കസ് ആൻഡ് നേറ്റീവ് പൗഡർ. ഇത് ഹെയർ മാസ്ക് ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയല്ലോ. നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മേടിച്ച് വെച്ചാൽ റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഒബ്വിയസ്ലി കോളേജ് ലൈഫ്, ഹെക്ടിക് ലൈഫ്, മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഹെക്ടിക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു റിലാക്സിങ് സെൽഫ് കെയർ ആയിട്ട് നമുക്ക് ചെയ്യാം. അടുത്തൊക്കെ കാണിക്കുന്നത് നമുക്ക് യൂസ് ചെയ്യുന്നത് നിങ്ങളായിട്ടാണ്. നമ്മുടെ ഈ ഒരു പാർട്ട്, നോസിൻ്റെ ഈ ഒരു പാർട്ട്, ഇവിടുത്തെ നമുക്ക് വൈറ്റ് ഹെഡ്സ് ഒരുപാട് വരും. ഓക്കെ, ഇവിടെ ഫേസ് വാഷ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് മാസ്ക് ഷീറ്റ് മാസ്ക് ഇല്ല. ഇല്ലാണ്ട് നമ്മളിങ്ങനെ നാച്ചുറലായിട്ട് പയറുപൊടിയൊക്കെ തേച്ചിട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ആവുക വൈറ്റ് ഹെഡ്സ് ഒക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ചെയ്യണം. സൂപ്പറാണ് ശരിക്കും ഇതൊരു എഫക്റ്റീവ് സംഭവമാണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്ക്, എന്നിട്ട് കമൻറ്റ് ബില്ലോ. ഓക്കെ, ഇത് ഫേസ് റൈസേഴ്സ്. ഇത് ഗേൾസിന് എല്ലാവർക്കും വേണം. അണ്ടർആംസൊക്കെ ക്ലീൻ ചെയ്യാൻ. നെയിൽ കട്ടർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ആ ഒരു മിനുക്ക് സാധനം. ഇറ്റ്സ് റിയലി ലോങ് ആൻഡ് ഇറ്റ്സ് നൈസ്. നെയിൽ റിമൂവറും ആൻഡ് ഈ നെയിൽ പോളിഷ് ട്രാൻസ്പെറൻറ്റ്. ഐ റിയലി ലൈക്ക് ദിസ്. സോ ഇതൊക്കെയാണ് ഹോസ്റ്റൽസ്. അപ്പം ഇതൊക്കെ ആവശ്യമുണ്ട്. ഇതാണ് ഞാൻ ഹോസ്റ്റൽ, അതായത് എനിക്ക് തിരിച്ച് പോകുമ്പോൾ ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി മേടിച്ചത്. ഞാനൊരു ബാഗ് മേടിച്ചായിരുന്നു. ബാഗും കൊണ്ടുവന്ന് ഞാൻ കോളേജിന് വേണ്ടി ഒരു ബാഗ് മേടിച്ചു. ഓക്കെ, ഫുള്ള് കണ്ടില്ലേ. ഇങ്ങനെ സൈഡിലൊക്കെ ബോട്ടിലൊക്കെ കിട്ടണം. ഇങ്ങനെ കുഞ്ഞ് അങ്ങാറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ചിപ്പൊക്കെ ഉണ്ട്. ഇവിടെ ചിപ്പുണ്ട്, ഇവിടെ മീൻ ചിപ്പുണ്ട്, പിന്നെ അതിനകത്ത് ചിപ്പുണ്ട്. പിന്നെ ബാഗിനകത്ത് സാധനമുണ്ട്. ഇത് അത്യാവശ്യം ബുക്സ് വേണം. ഹോസ്റ്റലാണ് ടീച്ചർ കൊണ്ടുവന്ന ആവശ്യമില്ല. ബുക്ക് മാത്രം എടുത്താൽ ഞാൻ കോളേജായിട്ട് ഒരിക്കലും കാര്യം ഉപയോഗം വരും. എത്ര നോക്കി നമ്മൾ ഒരെണ്ണം പിടിക്കുന്നത് ബാക്കിൽ ലൈക്ക് സാറ്റർഡേസ് അല്ലെങ്കിൽ അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ല. ബട്ട് എനിക്ക് കൈ കാര്യങ്ങൾ ബാഗ് വെക്കാൻ ഹെൽപ്ഫുൾ ആവും. കഴിഞ്ഞ് ചെരുപ്പ് മേടിച്ചു. എൻ്റെ റൂംമേറ്റ് ഒരു ചെരുപ്പ് ഭ്രാന്തിയാണ് പറയുന്നത്. സോ ഇത് ഒരു പാർട്ടി വെയറാണ്. ഇത് നമുക്ക് ഡെയിലി യൂസും ചെയ്യാൻ അല്ല ഞാൻ മേടിച്ചത്. നല്ല എൻ്റെ ഡ്രസ്സിൻ്റെ കൂടി നല്ലതായിട്ട് ചേരുന്നു. ചെരുപ്പ് മുഖത്ത് വെക്കുന്നു. പുതിയതായിട്ട് കുഴപ്പമില്ല. ലൈക്ക് എ ലിറ്റിൽ ഹെൽത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഇത്. ഇനിയിപ്പം ഞാൻ ഇതിനകത്ത് തന്നെ എല്ലാം കഴിയുമെന്ന് തോന്നുന്നു. അൺബോക്സിങ്ങും ആയി, ഷോപ്പിങ്ങും ആയി, ഹെയർ മാസ്കും. സോ യാ, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ പാക്ക് തലയിൽ തേക്കും. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. മേ ബി ഞാൻ കുറച്ച് നേരം ഉറങ്ങാൻ ടൈമില്ല. സോ ഒബ്വിയസ്ലി 4:09 ആയി. സോ ഞാൻ
ഹെയർ പാക്ക് ഇട്ട് ഈ സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് അത് കഴിഞ്ഞ് ഇനി എനിക്ക് 19 തീയതി പോയാൽ മതി. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് പാക്ക് ചെയ്യാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്താ, ഇനിയിപ്പോൾ ഞാൻ ഫുൾ ചില്ലായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഐ എം വൈൻഡിങ് അപ്പ് മൈ വ്ലോഗ് ഹിയർ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ടൈം. ബൈ.